അന്നജാതു മിനശ്ശദാഇദി. പ്രതിസന്ധികളുടെ സമയത്ത് അല്ലാഹു നിനക്ക് രക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ഖുർആനാ പറഞ്ഞത്, ഞാനല്ല, അല്ലാഹുവാണ് പറയുന്നത്. ഏത് പ്രതിസന്ധി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നിനക്കുള്ള രക്ഷ അല്ലാഹു തരും. നീ ആരെയും ഭയപ്പെടണ്ട, നീ ഒരാളെയും പേടിക്കണ്ട, ഒരു പ്രതിസന്ധിയെയും നീ ഭയപ്പെടണ്ട. കയറെടുത്ത് ആത്മഹത്യക്ക് തയ്യാറാകണ്ട, മക്കളെ കൊല്ലാൻ തയ്യാറാകണ്ട. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, കടമാകട്ടെ, ദുരിതമാകട്ടെ, രോഗമാകട്ടെ, ഈ ലോകം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും അല്ലാഹു നിനക്ക് സംരക്ഷണം തരികയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമകനാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് സഹാബി? സയ്യിദ് ഇബ്നു ഹാരിസ. ഈ പേര് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പേര് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പറ മനുഷ്യന്മാരെ, സയ്യിദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന ഈ സഹാബിയുടെ പേര് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? കുറെ കാലം മുമ്പ് ഞാൻ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിച്ചു. ഖുർആനിൽ അല്ലാഹു ഒരു സഹാബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു സഹാബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സഹാബിയാ? ഇപ്പൊ പേര് പറഞ്ഞതുകൊണ്ടല്ലേ ഓർമ്മ വന്നേ, അല്ലെങ്കിൽ ഇപ്പോഴുന്നേനെ. ഈ സഹാബിയുടെ പേരാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. പറയാനുള്ള കാരണം എന്താ? അത് പിന്നീട് നമുക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകാം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലിയാർ തങ്ങൾ, ഇവരാരും പേരുണ്ടോ ഖുർആനിൽ? ഉണ്ടോ? പക്ഷെ ഈ ചങ്ങാതിയുടെ പേര് മാത്രമുണ്ട്. അപ്പൊ അല്ലാഹ് വെറുതെ പറയോ? വെറുതെ പറയോ? പറയാനുള്ള കാരണം അതൊരു ദിവസത്തെ വഴല. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകന്റെ വളർത്തുമകനാ. ഈ വളർത്തുമകനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് യാത്ര പോകുമ്പോൾ കൂടെ ഒരു മുനാഫിഖ് കൂടി. ഒരു മുനാഫിക്കായ ഒരു മനുഷ്യനോടൊപ്പമാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു യാത്ര പോകുന്നത്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കും. മുസ്ലിമിനെ പോലെ ചിലപ്പോൾ തഴമ്പും താടിയെല്ലാം കാണും, അങ്ങനാണല്ലോ. പക്ഷെ നമുക്കറിയാൻ പറ്റത്തില്ല. ചില ഗുണങ്ങൾ കാണുമ്പോൾ അറിയാം അപ്പൊ മുനാഫിക്കാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവർ, അപ്പൊ ഈ മുനാഫിക്കായ മനുഷ്യന്റെ കൂടെ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു യാത്ര പോയി. അവിടെ നിന്ന് യാത്ര പോയി അവസാനം ഒരു വഴിയോരത്ത് യാത്രയിൽ അവസാനം ഇവരൊന്ന് റെസ്റ്റ് എടുക്കാൻ കയറി. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനും കൂടെ റെസ്റ്റ് എടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമകനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു നല്ല ഉറക്കവാ. അവിടെ നിന്ന് ഉറങ്ങി എന്ന് മനസ്സിലായപ്പോ തന്റെ കൂടെ വന്ന ഈ മുനാഫിക്കായ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊല്ലുന്നതിന് വേണ്ടി വാളെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമകനെ കൊല്ലുന്നതിന് വേണ്ടി അവിടെ നിന്ന് വാളെടുത്തുകൊണ്ട് കൊല്ലാൻ പോയപ്പോഴത്തേക്ക് സഹാബി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അവിടെ നിന്ന് ഞെട്ടി ഉണർന്നു. ഈ മനുഷ്യനോട് ചോദിച്ചു, ലിമ തഖ്തുലുനി, നീ എന്തിനാ എന്നെ കൊല്ലാൻ പോണേ? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നീ എന്തിനാ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര വന്നവർ. ഞാൻ കിടന്നുറങ്ങുമ്പോ നീ വാളെടുത്തിട്ട് എന്നെ കൊല്ലാൻ പോകുന്നല്ലോ, നീ എന്തിനാടാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, ഇന്ന മുഹമ്മദുൻ യുഹിബ്ബുക വ അന അബ്ഗളുഹു. അവിടെ നിന്ന് പറയുന്നു, നീ മുഹമ്മദ് നബിയെ വല്ലാതെ സ്നേഹിക്കുന്നു, ഞാൻ മുഹമ്മദിനെ വെറുക്കുന്നു. നിന്നെ ഞാൻ കൊല്ലാനുള്ള കാരണം മുഹമ്മദ് നബിയെ നീ വളരെയധികം സ്നേഹിക്കുന്നു, ഞാൻ മുഹമ്മദിനെ വെറുക്കുന്നു, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത്. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിളിച്ചു, യാ റഹ്മാനു അഹ്സിനി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ പടച്ചവനെ, എന്നെ നീ സഹായിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്ന മനുഷ്യൻ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടിവെച്ചിട്ടാ ഇവൻ കൊല്ലാൻ പോയെ. അത് കാരണം പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പൊ ചോദിച്ചു, നീ എന്തിനാ എന്നെ കൊല്ലാൻ തയ്യാറായത്? നീ മുഹമ്മദിനെ സ്നേഹിക്കുന്നു, ഞാൻ മുഹമ്മദിനെ വെറുക്കുന്നു, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത്. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, യാ റഹ്മാനു അഗ്സിനി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ പടച്ചവനെ. ഈ മനുഷ്യന്, ഈ മുനാഫിക്കായ മനുഷ്യന് വാളെടുത്തിട്ട് കൊല്ലാൻ വേണ്ടി വാളങ്ങിട്ട് വെട്ടാൻ ഓങ്ങുമ്പോ
എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. അവര് കിടക്കുന്ന റൂമിന്റെ വെളിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. നിനക്ക് നാശം, നീ കൊല്ലരുത്. അവിടെ നിന്ന് മുനാഫിക്കിനോട് ആരോ വിളിച്ചു പറയുകയാണ്, നിനക്ക് നാശമാടാ, നീ കൊല്ലരുത്. ഈ മനുഷ്യൻ പടച്ചവരെ വീടിന്റെ വെളിയിൽ ഇറങ്ങി നോക്കി, ആരാണിത് പറയുന്നത്? ആരെയും കാണുന്നില്ല. രണ്ടാമതും വീടിന്റെ അകത്ത് കയറി വാളെടുത്തിട്ട് സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളെ വെട്ടാൻ വാളോകുമ്പോ അപ്പോഴും വിളിച്ചു പറയുന്നു, വൈഹക, നിനക്ക് നാശമാടാ, നീ കൊല്ലരുത്. പടച്ചവരെ മൂന്നാമത്തെ പ്രാവശ്യം വീടിന്റെ വെളിയിലിറങ്ങിയിട്ട് അകത്ത് കയറി മൂന്നാമതും കൊല്ലാൻ വാളെടുക്കുമ്പോ അപ്പോഴും വിളിച്ചു പറയുകയാണ്, പുറത്തു നിന്ന് ഇങ്ങനൊരു ശബ്ദം കേൾക്കുകയാണ്, കൊല്ലരുത്, നിനക്ക് നാശമാണ്. അല്ലാഹുവേ, ആ മുനാഫിക്കായ മനുഷ്യനുണ്ടല്ലോ, ഇതാരാ പറയുന്നത് എന്ന് കരുതിയിട്ടു അവിടെ നിന്ന് ഞെട്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരാള് കുതിരപ്പുറത്തിരിക്കുന്നതായി കണ്ടു. പെട്ടെന്ന് അമ്പ് വന്ന് തറയ്ക്കുകയാണ്. മുനാഫിക്ക് പെടഞ്ഞ് താഴെ വീണു. സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളെ കൊല്ലാൻ നിന്നവന് പിടഞ്ഞ് താഴെ വീണ് ചത്തുപോവുകയാ. അല്ലാഹുവേ, അവസാനം ആ കുതിരയുടെ മുകളിൽ ഇരുന്ന മനുഷ്യനുണ്ടല്ലോ ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകന്റെ കൈകാലുകൾ അടിച്ചു വിടുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാ, അമാ തഅരിഫുനി അന ജിബ്രീൽ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ആരാണെന്നറിയോ? ഞാൻ ആരാണെന്നറിയോ? ഞാനാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, തഖ്വ ജീവിതത്തിൽ കൊണ്ടുനടന്ന അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വല്ലാതെ സ്നേഹിച്ചിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, ആ സ്വഹാബിയോട് പറയുകയാ, ഞാനാണ് ജിബ്രീൽ, ഞാനാണ് ജിബ്രീൽ. ദഅഉതു അവ്വലൻ കുന്തു മിനസ് സമാ ഫിസ് സമാഇ സാബിയാ. നീ ആദ്യം വിളിക്കുമ്പോ ഞാൻ 7ാം ആകാശത്തിൽ നിൽക്കുകയാ. ഒന്നാമത് നീ വിളിച്ചപ്പോ ഞാൻ 7ാം ആകാശത്തിൽ നിൽക്കുകയാ. അല്ലാഹു എന്നോട് വിളിച്ചു, ജിബ്രീലെ, എത്രയും പെട്ടെന്ന് പോയിട്ട് നീ രക്ഷപ്പെടുത്ത്. ഒന്നാമത് വിളിച്ചപ്പോ ഞാൻ 7ാം ആകാശത്തിൽ നിൽക്ക. രണ്ടാമത്തെ വിളി വിളിച്ചപ്പോ 1ാമത്തെ ആകാശത്തിൽ നിൽക്ക. 3ാമത്തെ വിളി വിളിച്ചപ്പോ ഞാൻ വീടിന്റെ മുന്നിൽ വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് സഹായിച്ചു? അല്ലാഹ് സഹായിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ പറഞ്ഞത്, തഖ്വ കടന്നു വന്ന നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹയെ വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ അല്ലാഹ് വരും. വിളിക്കേണ്ട രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാട മോന്റെ പേരല്ല പറഞ്ഞത്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകൾ മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റി കൊണ്ടിട്ടു. പൊട്ടക്കിണറ്റിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞു. യൂസുഫ് നബിയെ തന്റെ കൂടപ്പിറപ്പുകൾ കിണറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇട്ടപ്പോ യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ മകൻ, അതാ വാപ്പ ചെറുപ്പത്തിലെ നല്ല ഇൽമു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിൽ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചു, അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചോനെ, എനിക്ക് നീ അല്ലാതെ ആരുമില്ല. അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു, പടച്ചോനെ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ടെൻഷൻ അനുഭവിച്ച 3 അവസരമുണ്ട്. 3 അവസരത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ അനുഭവിച്ചത്. അതിലെ 1ാമത്തെ സമയം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ നിന്ന് കൂടപ്പിറപ്പ് താഴേക്ക് ഇട്ടപ്പോഴാ, ആ കിണറ്റിലേക്ക് താഴുമ്പോഴാണ് ആര് വിളിക്കുന്നത്? യൂസുഫ് നബി അള്ളാഹിനോട് വിളിച്ചത്. ഉടനെ അള്ളാഹ് വിളിച്ചിട്ട് പറഞ്ഞു, യൂസുഫിനെ കിണറ്റിന്റെ താഴെ വീഴുന്നതിന് മുമ്പ് പോയി രക്ഷിക്കണം. കിണറ്റിന്റെ താഴെ വന്ന് വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തണം. 7ാം ആകാശത്തിൽ നിൽക്കുമായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അവിടെ നിന്ന് പറന്ന് ആ കിണറ്റിന്റെ അടിയിലെത്താൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. യൂസുഫ് നബി താഴെ വന്ന് വീഴുമ്പോൾ 2 കൈകൊണ്ട് ഇങ്ങനെ താങ്ങിയെടുത്തിട്ട് ചെറിയ ഒരു പാറയുടെ മുളി ഇരുത്തിയിട്ട് പറഞ്ഞു, യൂസുഫെ, അല്ലാഹ് ഉണ്ട്, നീ പേടിക്കണ്ട, അല്ലാഹ് ഉണ്ട്, നീ പേടിക്കണ്ട. അവിടെ നിന്ന് സമാധാനിപ്പിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഏത് പ്രയാസത്തിന്റെ നടുവിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടെങ്കിൽ, അള്ളാഹ് നമ്മളെ കൈവിടൂല.
അല്ല നമ്മളെ കൈവിടൂല. അത് സാമ്പത്തിക കച്ചവടം ഇല്ലേ, പോട്ടെ, നഷ്ടമാണോ പോകട്ടെ, എത്ര വലിയ പ്രയാസം വന്നാല് എന്തിനാ ചങ്ങാതി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബി നിനക്കറിയോ? എത്ര ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബി. നമ്മളൊക്കെ സാമ്പത്തികത്തിന്റെ പ്രയാസം പറഞ്ഞുകൊണ്ട് കച്ചവടമില്ല, എല്ലാം നഷ്ടത്തിലാ ഉസ്താദ്, തിന്നാനില്ല, കുടിക്കാനില്ല, ധരിക്കാനില്ല, പ്രയാസം, ആവലാതി, പരാതി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. സാലിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ ചരിത്രം നിങ്ങൾക്കറിയുമോ? അല്ലാഹുവേ, ഒരു നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലാണ് കൊള്ളക്കാര് പിടിച്ചുകൊണ്ടു പോകുന്നത്. മഹാനായ സാലിം ഇബ്നു ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു തആല അൻഹു, ഈ സാലിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതാ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടു പോവുകയാണ്. കൊണ്ടുപോയിട്ട് അവർ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, പിതാവ് തന്റെ പൊന്നാര മകനെ കാണാതെ വന്നപ്പോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുപോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നുപോയി. സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, കച്ചവടം മുഴുവനും നഷ്ടത്തിലായവർ, പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി തേടുന്നവർ, നിങ്ങൾക്ക് വേണ്ടിയാ ഇത് പറയുന്നത്. എന്തിനാ പലിശ കച്ചവടം നടത്തുന്നത്? എന്തിനാണ് കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ പണമുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചരിത്രം പറയുന്നത്. സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ്. കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സാലിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പിതാവുണ്ടല്ലോ, മകനെ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നുപോയി. എന്റെ പൊന്നുമോനെ കാണുന്നില്ല നബിയേ, സാലിമിനെ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയി പരാതി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് അവിടെ തന്റെ പൊന്നാര മകനെ കാണാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് പരാതി പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഇത്തഖില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വഖ്സിറൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുത്തുനബിയാണ്, നബിയേ എന്റെ പൊന്നുമോനെ കാണുന്നില്ല നബിയേ, എന്റെ പൊന്നുമോനെ കാണാനില്ല നബിയേ. എന്റെ പരാതി പറഞ്ഞ പിതാവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയേൽപ്പിക്കൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. എന്നിട്ട് പറയുകയാണ്, വഖ്സിറൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, വീടിന്റെ അകത്ത് പോയിരുന്ന പിതാവ് പറയുകയാണ്, വീടിന്റെ അകത്തിരുന്ന പിതാവ് പറയുകയാണ്, പാതിരാത്രിയായി തന്റെ പൊന്നുമകനെ കാണാതെ വാപ്പയും ഉമ്മയും വീടിന്റെ അകത്തിരുന്ന് വല്ലാത്ത പ്രയാസമാ, വല്ലാത്ത വേദനയാണ്. വീടിന്റെ അകത്തിരിക്കുമ്പോ വീടിന്റെ വെളിയിൽ വല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാണ്. വീടിന്റെ വെളിയിൽ വല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാ. ആരോ വീടിന്റെ വാതിലിൽ മുട്ടുകയാണ്, ആരോ വീടിന്റെ വാതിലിൽ മുട്ടുകയാണ്. അല്ലാഹുവേ, വാപ്പ ചെന്ന് വാതിൽ തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നാര മകന് സാലിമാണ്. വാപ്പ വീടിന്റെ മുന്നിലേക്ക് നോക്കുമ്പോ അതാ ഒട്ടകങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. വീടിന്റെ വാതില് തുറന്നു നോക്കുമ്പോ കാണാതെ പോയ പൊന്നുമകന് വീടിന്റെ മുന്നിലുണ്ട്, വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പടച്ചവരെ, വീടിന്റെ മുന്നിൽ മുഴുവൻ
മുഴുവനും ഒട്ടകങ്ങൾ നിരന്നു നിൽക്കുകയാ. ഒരെണ്ണമല്ല, 50 അല്ല, 100 ഒട്ടകങ്ങള്. പടച്ചവനെ, വീടിന്റെ മുൻഭാഗം മുഴുവനും ഒട്ടകങ്ങൾ ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. പിതാവ് തന്റെ പൊന്നാര മകനെ കണ്ടപ്പോ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുന്ന മോനെ സാലിമേ, എന്ത് പറ്റിയടാ പൊന്നുമോനെ? മകനവിടെ നിന്ന് പറയുകയാണ്, വാപ്പാ എന്നെ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി. കാണാതായ സാലിം എന്ന് പറയുന്ന മകൻ, ആ മകനെ കാണാത്ത വിഷമത്തിൽ വാപ്പായും ഉമ്മായും വീടിന്റെ അകത്ത് കിടക്കുമ്പോ രാത്രി വീടിന്റെ വാതിൽ മുട്ടി. വാപ്പ ഇങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോ മോൻ നിൽക്കുന്നുണ്ട്. വീടിന്റെ മുന്നിൽ 100 ഒട്ടകങ്ങൾ നിൽക്കുക. 100 ഒട്ടകങ്ങൾ ഇങ്ങനെ സാധനങ്ങളും ചുമന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ വാപ്പ വെച്ച്, നീ എവിടെ പോയിരുന്നടാ? വാപ്പ, എന്നെ കൊള്ളക്കാര് പിടിച്ചോണ്ടുപോയി. അവസാനം അവന്മാരെല്ലാവരും കള്ളു കുടിച്ചു ഉറങ്ങണ സമയത്ത് കിട്ടിയവന്മാർക്കൊക്കെ 4-5 എണ്ണവും കൊടുത്തിട്ട് ഈ സാധനം മുഴുവനും ഞാനിഞ്ഞു കൊണ്ടുവന്നു. എന്താ പറഞ്ഞ? സാലിം റളിയല്ലാഹു തആല പറയാ, കൊള്ളക്കാരനെ പിടിച്ചു, അവസാനം എല്ലാം കള്ളും കുടിച്ചിട്ട് മത്ത് കെട്ടിട്ട് കിടക്കണ സമയത്ത് കിട്ടിയവന്മാർക്കൊക്കെ 5-6 എണ്ണം കൊടുത്തിട്ട് അവിടെ നിന്ന സർവ്വതും എല്ലാം ഞാനിഞ്ഞു കൊണ്ടുവന്നു. അല്ലാഹു അഅലം. പടച്ചവനെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ പിതാവ് പറഞ്ഞു, ഇതൊന്നും ഇവിടെ നിർത്താൻ പറ്റൂല, ഇതൊന്നും നമ്മുടേതല്ല, ഇതെല്ലാം വീടിന്റെ പുറത്തിറക്ക്. ഉമ്മ പറയും വീടിനകത്ത് കയറ്റി വെക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ എന്ത് ചെയ്യേ? അതാണ് വാപ്പ. മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ പറഞ്ഞു, മക്കളെ, ഇതൊന്നും ഇവിടെ പറ്റൂല. അപ്പൊ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഇത് നമുക്ക് അനുവാദമുള്ളതാ വാപ്പ, എനിക്ക് കിട്ടിയതാ വാപ്പ. മോൻ പറഞ്ഞപ്പോ പറഞ്ഞു, പറ്റൂല, നബിയോട് മസല ചോദിച്ചിട്ട് ഇത് വേണം വേണ്ടി തീരുമാനിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മസല ചോദിച്ചിട്ട് മതി. അപ്പൊ പെണ്ണുമ്പിള്ള പറഞ്ഞു, ഈ രാത്രി ഇറക്കി വിടണ്ട, ഇവിടെ നിർത്തിക്കൊള്ളാൻ. പെണ്ണുങ്ങളുടെ സ്വഭാവം കേട്ടോണം. ഭർത്താവിനോട് പറയാം, എന്താ രാത്രിയിൽ അവിടെ നിന്നോട്ടെ, ഇനി ഇറക്കി വിടണ്ടല്ലോ, രാവിലെ അല്ലേ നബിയോട് ചോദിക്കാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വാപ്പ ചെന്നിട്ട് ചോദിച്ചു, നബിയെ, മോൻ വന്നപ്പോ ഒരു 100 ഒട്ടകവും കുറച്ച് സാധനങ്ങളുമായിട്ടാ വന്ന്, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ ഹൗലയുടെ പ്രതിഫലമായി എടുത്തുകൊള്ളാൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തിന്റെ പ്രതിഫലം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആ ദിക്ർ പറഞ്ഞതിന്റെ പ്രതിഫലവാ. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ പണം ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പ് കിട്ടിയില്ലേ? പണം ഉണ്ടാക്കാൻ ലാ ഹൗല പറഞ്ഞോ, അല്ലാഹു തരും. ലാ ഹൗല പറഞ്ഞോ, 99 രോഗങ്ങൾക്കുള്ള മരുന്നല്ലേ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്ർ അങ്ങോട്ട് പറ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, തഖ്വ ജീവിതത്തിലേക്ക് കടന്നുവന്നാൽ, തഖ്വ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നാൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലം, നീ ഒരു മനുഷ്യനെയും ഭയപ്പെടണ്ട. 2, വമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹുവേ, തഖ്വ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഏത് പ്രതിസന്ധികളിലും നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ അവിടെ പറയുകയാണ്, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് മുത്തുനബി പറയുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തഖ്വ കടന്നു വന്നാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ ശത്രുക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു നിന്നെ കുറിച്ചുള്ള ഭയം കൊടുക്കും, നീ അല്ലാഹുവിനെ ഭയന്നാൽ. 2, എത്ര വലിയ പരീക്ഷണത്തിന്റെ സമയത്തും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാഹു എത്ര വലിയ പ്രയാസത്തിന്റെ സമയത്തും നിനക്കൊരു വഴി തുറന്നു തരും, നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, ഒന്നുകൂടെ കേൾക്കാൻ സമയമുണ്ടോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറ, സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ പടച്ചവനേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിർത്തുകയാണ്. എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശത്തിൽ പറഞ്ഞ ഒരു ഉപദേശം എന്തെന്നറിയുമോ? മോനെ, തൗബ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല, തൗബ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുമെന്ന് നിനക്കുറപ്പില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാപം നമ്മൾ ചെയ്യുന്നവരാണ്, നമ്മൾ മനുഷ്യരാണ്. ഇബ്ലീസ് നമ്മളെ ചതിക്കുമല്ലോ, നമ്മളെ നഫ്സ് നമ്മളെ വഞ്ചിക്കുമല്ലോ, സാഹചര്യങ്ങൾ പാപങ്ങളിലേക്ക് കൊണ്ടുപോകുമല്ലോ. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിന്റെ പേരിൽ തൗബ ചെയ്യാതെ കിടന്നുറങ്ങരുത്. മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്, പക്ഷേ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, വഖൈറുൽ ഖതാഈന അത്തവാബൂൻ. പശ്ചാത്തപിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന രഹസ്യമായിട്ട്, ഭാര്യ അറിയാതെ, മക്കളറിയാതെ ഞാൻ ഒരുപാട് പാപം ചെയ്യുന്നുണ്ട്. ആരും അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പാപങ്ങൾ തുടരല്ലേ, പാപങ്ങൾ തുടരല്ലേ. ആരും അറിയുന്നില്ലെന്ന് കരുതിയിട്ട് ഇനിയും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് കരുതല്ലേ. വീണ്ടും വീണ്ടും നീ പാപങ്ങൾ അധികരിപ്പിച്ചാൽ, വീണ്ടും വീണ്ടും നിന്റെ പാപങ്ങൾ അധികരിപ്പിച്ച, വ്യഭിചാരം ഒരു വട്ടം കഴിഞ്ഞ്, 2 കഴിഞ്ഞ്, 3 കഴിഞ്ഞു, ഒരുപാട് ആഘോഷിച്ചില്ലേടാ പൊന്നുമോനെ, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ഇല്ല ഉസ്താദേ, ഞാൻ പെണ്ണുകെട്ടി 2 മക്കളായി, എന്നിട്ടും എനിക്ക് നിർത്താൻ സമയമായില്ല എന്ന് കരുതിയിട്ട് ഇനിയും ചെയ്യാനാണ് നിന്റെ തീരുമാനമെങ്കിൽ, അല്ലാ നിനക്ക് തന്ന സമ്മാനങ്ങളെ പടച്ചവനങ്ങ് തിരിച്ചെടുക്കുമടാ. അല്ലാഹു നിനക്ക് നീ കൂടുതൽ ഇഷ്ടപ്പെടുന്നതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന രംഗമൊന്ന് ചിന്തിക്ക്. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ചിരിച്ച് നടക്കുന്ന മക്കളുടെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്ന് കടത്തുന്ന രംഗമൊന്ന് ചിന്തിക്ക് ചെറുപ്പക്കാരാ. പാപ്പാ, പൊന്നാര മക്കള് വീടിന്റെ അകത്ത് കിടന്നിട്ട് നിലവിളിക്കുന്ന രംഗമൊന്ന് ചിന്തിക്ക്. കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും ഒറ്റയടിക്കങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന രംഗമൊന്ന് ചിന്തിക്ക്. നാട്ടുകാരുടെ മുന്നിൽ ഇസ്സത്തായിട്ട് അഭിമാനത്തോടെ ആരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നടന്ന് നിന്നെ ഒറ്റ ദിവസം കൊണ്ട് വീടിന്റെ റൂമിന്റെ അകത്തിരുത്തി കരയിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. പായിപ്പാടി എല്ലാരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ആരുടെ മുഖത്ത് നോക്കിയിട്ടും ചിരിച്ചുകൊണ്ട് എല്ലാവരും നല്ല നിലയിൽ കാണുന്ന നിന്നെ ഒറ്റ രാത്രി കൊണ്ട് പടച്ചവൻ ഒന്നുമില്ലാതാക്കാൻ കഴിയുമല്ലോ. അങ്ങനെ എത്രയോ പേരുടെ അനുഭവങ്ങളുണ്ട്. എത്രയോ പേര് അല്ലാഹു ഒന്നുമില്ലാതാക്കിയല്ലോ. നമുക്ക് പോലും സങ്കടം തോന്നും. ഇങ്ങനെ ഒരു ഗതി ആർക്കും വരുത്തല്ലേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിന്റെ പേരിലാ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എന്നും വെള്ളിയാഴ്ചയാകില്ലടാ. അല്ലാഹു ഇങ്ങനെ വിട്ടുതരുന്നത് ഒറ്റ പിടിപിടിക്കാനാ. എടാ, ചിലപ്പോ നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളെ ഓർത്തിട്ടാ, നിന്റെ ഭാര്യ ഓർത്തിട്ടാണ്. ഒരു സാധുവായ പെണ്ണിനെ നാണം കെടുത്തണ്ട എന്ന് കരുതിയിട്ടാ നിന്റെ മക്കളെ വാപ്പ കള്ളനാണെന്ന് പറയുന്ന രംഗം, വാപ്പ പെണ്ണുപിടിയനാണെന്ന് കൂട്ടുകാര് കളിയാക്കുന്ന രംഗം. അങ്ങനെ ഒരു ഗതി വരുത്തണ്ട എന്ന് കരുതിയിട്ട് പടച്ചവൻ വിടുന്നതാ. അല്ലെങ്കിൽ നിന്റെ പെറ്റതല്ല സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്യുന്നതിന്റെ ഭാഗ്യം കൊണ്ടാ പൊന്നുമക്കളെ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല. അതുകൊണ്ട് സ്വന്തം നഫ്സിനോടും ഞാൻ നിങ്ങളോടും പറയുകയാണ്, തൗബ ചെയ്യാതെ ഉറങ്ങല്ലേ, തൗബ ചെയ്യാതെ കിടക്കല്ലേ മോനെ. സർവ്വതും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ.